Welcome to the lecture series on signals and systems. Today we will do more problems from Z transform. First question, find the Z transform of cos omega n u of n. നമുക്കറിയാം cos theta equal to e raised to j theta plus e raised to minus j theta by 2. അപ്പോൾ cos omega n ന് പകരം e raised to j omega n plus e raised to minus j omega n. തീറ്റയ്ക്ക് പകരം omega n ആണ്. by whole divided by 2. എന്നിട്ട് ജനറൽ ഇക്വേഷൻ എഴുതുക. ഇതാണ് ജനറൽ ഇക്വേഷൻ. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. e raised to j omega plus e raised to minus j omega n whole divided by 2 into u of n z raised to minus n. ഇനി അത് രണ്ട് സിഗ്മയാക്കുക. രണ്ട് e raised to j omega n ന്റെ ഒരു സിഗ്മ, e raised to minus j omega n ന്റെ വേറൊരു സിഗ്മ. ഇനി രണ്ട് കേസിലും സിഗ്മയ്ക്കകത്ത് യു ഓഫ് എൻ ഉണ്ട്. യു ഓഫ് എൻ ഉള്ളതുകൊണ്ട് റേഞ്ച് രണ്ടിന്റെയും 0 to ഇൻഫിനിറ്റി ആണ് അല്ലേ. ഇനി ഫസ്റ്റ് സിഗ്മയ്ക്കകത്ത് ഇ റേസ് ടു ജെ ഒമേഗ എൻ ഇസഡ് റേസ് ടു മൈനസ് എൻ. അതിനെ എങ്ങനെ എഴുതാം? ഇ റേസ് ടു ജെ ഒമേഗ ഇസഡ് റേസ് ടു മൈനസ് 1 ഹോൾ റേസ് ടു എൻ. ജോമെട്രിക് പ്രോഗ്രഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇ റേസ് ടു ജെ ഒമേഗ ഇസഡ് റേസ് ടു മൈനസ് 1 ഹോൾ റേസ് ടു എൻ. രണ്ടാമത്തേതിനെ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇസഡ് റേസ് ടു മൈനസ് 1 ഹോൾ റേസ് ടു എൻ. അപ്പൊ രണ്ടിന്റെ ഫസ്റ്റ് ടേം സിഗ്മ 0 to ഇൻഫിനിറ്റി ആവും യു ഓഫ് എൻ മാറ്റിയാൽ. അപ്പൊ രണ്ടിന്റെ ഫസ്റ്റ് ടേം n ഈക്വൽ ടു 0 കൊടുക്കുമ്പോഴുള്ളതാണ്. അതായത് 1 ആണ്. 1/1 മൈനസ് കോമൺ റേഷ്യോ എഴുതിയ രണ്ട് ആൻസർ കിട്ടും. ഒരു 1/2 പുറത്ത് വരും. ബാക്കി അത് LCM എടുത്തിട്ട് ചെയ്തിരിക്കുകയാണ്. ബാക്കി LCM എടുത്ത് സോൾവ് ചെയ്യുക. LCM എടുത്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരും ആൻസർ. ആ സ്റ്റെപ്പ് നോക്കുക. ഈ ചെയ്ത പോലെ തന്നെയാണ്. ഇങ്ങനെ എഴുതാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് വേണം. കോസും സൈനും വന്നു. സൈൻ ആണെങ്കിൽ എങ്ങനെ വരും? by 2j വരും. ബൈ 2. അതെ അതെ, ബൈ 2j എന്നൂടെ വരും. അതേ ഉള്ളൂ വ്യത്യാസം. ഈ പുറത്തൊരു 2ന്റെ കൂടെ ഒരു j കൂടെ വരും. പിന്നെ നടുക്ക് മൈനസ് വരും അല്ലേ. ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ ബൈ 2j. അതിവിടെ ചെയ്തിട്ടുണ്ട്. അത് അടുത്ത ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കോളുക. Next ഈ question നോക്കിയാൽ find the Z transform and ROC of x of n equal to 3 into 5/7 raised to n u of n plus 2 into minus 1/3 raised to n u of n. Also find the pole zero location. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ 3 into 5/7 raised to n u of n അതിന്റെ Z ട്രാൻസ്ഫോം കാണണം. സെക്കൻഡ് ടേമിന്റെ Z ട്രാൻസ്ഫോം കാണണം. രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി, നേരത്തെ ചെയ്ത പോലെ. പക്ഷെ ഇതില് എ റേസ് ടു എന്നിന് പകരം എന്താ, എക്ക് പകരം എന്താ ഇവിടെ എ റേസ് ടു എൻ യു ഓഫ് എൻ എന്നുള്ള ഫോർമാറ്റ് ആണത്. 3 into 5/7. 3 into 5/7 അല്ല, 5/7 ഉള്ളൂ. എ റേസ് ടു എൻ യു ഓഫ് എൻ അല്ലേ. 5/7 ആണ്. എ ഈക്വൽ ടു 5/7 ആണ് ഫസ്റ്റ് കേസിൽ. സെക്കൻഡ് കേസിൽ എ ഈക്വൽ ടു മൈനസ് 1/3. അതാണ് എ റേസ് ടു എക്ക് പകരം. അപ്പൊ എ റേസ് ടു എൻ യു ഓഫ് എന്നിന്റെ അത് ഞാൻ പറഞ്ഞ അത് ബൈ ഹാർട്ട് പഠിക്കുന്നത് നല്ലതാന്ന് പറഞ്ഞിരുന്നു. അത് ഇൻവേഴ്സ് കാണാനും വേണം. എ റേസ് ടു എൻ യു ഓഫ് എന്നിന്റെ Z ട്രാൻസ്ഫോം എന്താ? 1/1 മൈനസ് എ Z ഇൻവേഴ്സ് ആണ് എ റേസ് ടു എൻ യു ഓഫ് എന്നിന്റെ. അപ്പം 3 into 5/7 റേസ് ടു എൻ യു ഓഫ് എന്നിന്റെ എന്താ? 1/1 മൈനസ് 5/7 Z ഇൻവേഴ്സ്. അതുപോലെ മൈനസ് 1/3 റേസ് ടു എൻ യു ഓഫ് എന്നിന്റെ എന്താ?
1 by 1 minus -1 by minus 3 1 by 3 3 z inverse. inverse. അപ്പൊ 2 മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആവും. +1 by 3 z inverse ആവും. അപ്പൊ ആൻസർ ഇതാണ്. 3 കൊണ്ട് ആദ്യത്തെ കേസിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്, സെക്കൻഡ് കേസിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ അത് ഇൻവേഴ്സ് കളഞ്ഞിരിക്കുകയാണ്. പിന്നുള്ള സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്ന ഇൻവേഴ്സ് കളഞ്ഞു. അതിന് മേളിലും താഴെ ഇസഡ് ഇൻവേഴ്സ് ആണ് ഡിനോമിനേറ്ററിൽ ഉള്ളത്. അപ്പൊ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇസഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇസഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇൻവേഴ്സ് കളയുക, എന്നിട്ട് LCM എടുത്തു. ഇത് പോളും സീറോയും കാണാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു പോയിരിക്കുന്നത്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇസഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഇതിന്റെ LCM എടുത്തു. LCM എടുക്കുമ്പോൾ ഇങ്ങനൊക്കെ വരും. ഇതിന്റെ പോൾസ് എവിടാണ്? പോൾസ് കാണാൻ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ ഈക്വൽ ടു 0. അപ്പൊ ഇതിന്റെ പോൾസ് ഏതൊക്കെയാ പറയാവോ? ഇൻറ്റു ചെയ്തിട്ടുള്ള ഫോമിലാക്കുക. എന്നിട്ട് 5/7. ആദ്യം z - 5/7 ഈക്വൽ ടു 0 ഇടുക. അപ്പൊ z ഈക്വൽ ടു 5/7. അടുത്തത് z + 1/3 ഈക്വൽ ടു 0 ഇടുക. സോ z ഈക്വൽ ടു -1/3. അപ്പൊ അതാണ് ഇതിന്റെ രണ്ട് പോൾസ്. സീറോസ് എവിടാ? സീറോസ് എവിടെ? സീറോസ് കാണാൻ എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ ഈക്വൽ ടു 0 ഇടുക. ന്യൂമറേറ്റർ ഈക്വൽ ടു 0 ഇടുക. അപ്പൊ ന്യൂമറേറ്ററിൽ എന്താ ഉള്ളത്? ഒരു z ഉണ്ടല്ലേ, ഒരു z ഉണ്ട്. അപ്പൊ അത് ഈക്വൽ ടു 0 ഇടുക. z ഈക്വൽ ടു 0 ഇടുക. അത് കൂടാതെ ഒന്നുകൂടെ ഉണ്ട്, 5z - 3/7. 5z - 3/7 ഈക്വൽ ടു 0 ഇടുക. അപ്പൊ z ഈക്വൽ ടു 3/35. 5z ഈക്വൽ ടു 3/7 എന്ന് വരും. സോ z ഈക്വൽ ടു 3/35. അതാണ് രണ്ട് സീറോസും രണ്ട് പോൾസ്. ഇനി ഇതിന്റെ ROC എന്താണ്? ROC കാണാൻ നമ്മൾ ആ ജോമെട്രി പ്രോഗ്രഷന്റെ ഇക്വേഷൻ എഴുതിയെടുത്ത് നോക്കണം. കോമൺ റേഷ്യോ <1 ഇടണം. കോമൺ റേഷ്യോ ഇവിടെ എത്രയായിരുന്നു? ഇതാണ് 1/1 - 5/7 z ഇൻവേഴ്സ് എഴുതിയിടമാണ്. ആ 5/7 z ഇൻവേഴ്സ് ആണ് കോമൺ റേഷ്യോ. അതാണ് ആദ്യത്തെ ROC, ആദ്യത്തെ ടേമിന്റെ 5/7 z ഇൻവേഴ്സ് <1. 5/7 z ഇൻവേഴ്സ് <1 or z greater than 5/7 എന്ന് വരും അല്ലെ? മോഡ് z greater than 5/7. രണ്ടാമത്തെ കേസിൽ ജോമെട്രി പ്രോഗ്രഷന്റെ ഇക്വേഷൻ എഴുതിയിടം കോമൺ റേഷ്യോ ഇതാണ്. -1/3 z ഇൻവേഴ്സ് ആണ് കോമൺ റേഷ്യോ. a⁻n u(n)ന്റെ കോമൺ റേഷ്യോ അതല്ലായിരുന്നോ? az ഇൻവേഴ്സ് അല്ലായിരുന്നോ? az ഇൻവേഴ്സ് ആയിരുന്നു കോമൺ റേഷ്യോ. അപ്പൊ ഇവിടെ aക്ക് പകരം -1/3. -1/3 z ഇൻവേഴ്സ് <1. സോ മോഡ് z ഗ്രേറ്റർ ദാൻ 1/3 എന്ന് വരും. ആ മോഡുലസ് ഉള്ളതുകൊണ്ടാണ് ആ മൈനസ് വാല്യൂ കളഞ്ഞത്. ആ -1/3 എന്നുള്ളത് മാറ്റി അവര് +1/3 ആക്കി. ഇനി ഇത് രണ്ടിലും ആദ്യത്തെ കേസിൽ 5/7 എന്ന് പറയുമ്പം ഇതിൽ നോക്കിയേ, രണ്ടും ഗ്രേറ്റർ ദാൻ ആണ് അല്ലേ? ആദ്യത്തേതിൽ മോഡ് z ഗ്രേറ്റർ ദാൻ 5/7. ആ 5/7ന്റെ വാല്യൂ അവർ എഴുതിയിട്ടുണ്ട് 0.71 ആണ്. രണ്ടാമത്തെ കേസിൽ മോഡ് z ഗ്രേറ്റർ ദാൻ 1/3. 1/3യുടെ വാല്യൂ 0.33 ആണ്. സോ മോഡ് z ഗ്രേറ്റർ ദാൻ 0.33. ഇനി നോക്കിയേ, ഇത് കമ്പൈൻ ചെയ്താൽ എങ്ങനെ വരുമെന്ന് പറയാമോ? ഇതിൽ മറ്റേ ഒന്ന് ലെസ്സും ഒന്ന് ഗ്രേറ്റർ ആയിരുന്നപ്പോ നിങ്ങൾ എഴുതിയിരുന്നു. ഇത് രണ്ട് ഗ്രേറ്റർ ആണ്. രണ്ട് ഗ്രേറ്റർ ആകുമ്പോൾ ലാപ്ലേസിൽ പറഞ്ഞിട്ടുണ്ട് എന്തെടുക്കണം? രണ്ടും ഒരേ സിമ്പൽ ആണെങ്കിൽ, രണ്ട് ഗ്രേറ്ററോ രണ്ട് ലെസ്സോ ആണെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഏതാ? 0.71. അതെന്തുകൊണ്ടാണ് എടുത്തേ? 0.71 എടുക്കാൻ കാരണം എന്താ? 0.33 എന്താ കളയാൻ കാരണം? അതെ, രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 0.71 കഴിഞ്ഞിട്ടുള്ള പോർഷൻ ആണ് അല്ലെ? ഗ്രേറ്റർ ദാൻ 0.33 എന്ന് പറഞ്ഞാൽ 0.33 തൊട്ട് ഔട്ട്സൈഡ് ഇൻഫിനിറ്റി വരെ. മറ്റേ ഗ്രേറ്റർ ദാൻ 0.71 എന്ന് പറഞ്ഞാൽ 0.71 തൊട്ട് ഇൻഫിനിറ്റി വരെ.
അപ്പൊ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഷെയ്ഡ് ചെയ്യുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 0.71 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ളതാണ്. രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. ഇനി ലെസ് ദാൻ ആയിരുന്നെങ്കിലോ, ലെസ് ദാൻ 0.71 ലെസ് ദാൻ 0.33 ആണെങ്കിലോ ഏതാ എടുക്കണ്ടേ? രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഏതാ? ലെസ് ദാൻ മോഡിസഡ് ലെസ് ദാൻ 0.71. ഇത് വരയ്ക്കുന്ന സർക്കിൾ ഷേപ്പ് ആണ്. അത് ഓർത്തോണേ, സർക്കിൾ ആണ്. 0.71 എന്ന് പറയുമ്പോഴും 0.31 എന്ന് പറയുമ്പോൾ പോൾസ് സർക്കിൾ ആണ്. അപ്പൊ ഏതാ കോമൺ ആയിട്ടുള്ളത്? ഏതാ? ലെസ് ദാൻ അതായത് 0.33യേക്കാൾ ചെറിയ ലെസ് ദാൻ 0.71 എന്ന് പറയുമ്പോ 0.332. രണ്ടിലും കോമൺ ഉള്ളത് ഏതാ? മോഡിസഡ് ലെസ് ദാൻ 0.71 ആണോ മോഡിസഡ് ലെസ് ദാൻ 0.33 ആണോ കോമൺ ഉള്ളത്? 0.33. ആ, ലെസ് ദാൻ 0.33 ആണ്. 0.33യേക്കാൾ താഴോട്ട്. ആദ്യത്തെ കേസിൽ 0.71നേക്കാൾ താഴോട്ട് അല്ലേ? അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 0.33യേക്കാൾ താഴോട്ടുള്ളതാണ് രണ്ടിലും വരുന്നത്. കാരണം രണ്ടാമത്തെ കേസിൽ 0.32 0.7 വരില്ല. ആ പോർഷൻ ആ രണ്ടാമത്തെ കേസിൽ ഉണ്ടാവില്ല. അപ്പൊ രണ്ടിലും കോമൺ ഉള്ളത് ലെസ് ദാൻ 0.33 ആണ്. ലെസ് ദാൻ വരുമ്പോ ചെറിയ നമ്പർ എടുത്തോണം, ഗ്രേറ്റർ ദാൻ വരുമ്പോ വലിയ നമ്പർ എടുത്തോണം. അങ്ങനെ ഓർത്താലും മതി. ഗ്രേറ്റർ ദാൻ വരുമ്പോ ROC കാണാൻ വലിയ, രണ്ടും ഒരേ സിമ്പിൾ വരുന്ന കേസിലാണ് ഇത് ആപ്ലിക്കബിൾ ഉള്ളത് കേട്ടോ. അതില് ഗ്രേറ്റർ ദാൻ വരുമ്പോ വലിയ നമ്പർ എടുക്കുക, ലെസ് ദാൻ വരുമ്പോ ചെറിയ നമ്പർ എടുക്കുക. ഇനി ഇത് വരയ്ക്കാൻ പറഞ്ഞ എങ്ങനെ വരയ്ക്കണ്ടേ? അവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 0.71 ഉള്ള സർക്കിൾ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ 0.71ന്റെ പുറത്തേക്ക് ഷെയ്ഡ് ചെയ്തു. ഗ്രേറ്റർ ദാൻ 0.71 അല്ലേ ROC? അപ്പൊ 0.71 ഉള്ള സർക്കിൾ വരയ്ക്കുക, അതിന്റെ പുറത്തേക്ക് ഷെയ്ഡ് ചെയ്യുക. ഒരു സർക്കിളേ വരത്തുള്ളൂ. ROC വരയ്ക്കുമ്പോ ഇത് കോമൺ ആയിട്ട് ഇതാണ് ROC വരിക. മനസ്സിലായോ? ആ സീറോസ് അവിടെ, സീറോസും പോൾസും അവിടെ ഇൻഡു മാർക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പോൾസ് എങ്ങനെ ഡിനോട്ട് ചെയ്യുക? ഇൻഡു മാർക്കാണ്. സീറോസ് സർക്കിൾ ആണ്. സീറോസിന്റെ വാല്യൂ ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് സീറോയിലായിരുന്നു അല്ലെ? Z = 0യും Z = 3/35. അപ്പൊ സീറോയുടെ അവിടെ ഒരു സർക്കിൾ ഇട്ടിട്ടുണ്ട്. അതായത് ഒറിജിനിൽ ഒരു സർക്കിൾ ഇട്ടിട്ടുണ്ട്. 3/35 എന്ന് പറഞ്ഞാൽ 0.08 ആ. 0.08ലും സർക്കിൾ ഇട്ടിട്ടുണ്ട്. പോൾസ് വരുന്നത് 0.71ലും -0.33ലും. അവിടെ രണ്ട് ഇൻഡു മാർക്ക് ഇട്ടിട്ടുണ്ട്. Z + 1/3 = 0 or Z = -1/3. -0.33. നെക്സ്റ്റ് Z ട്രാൻസ്ഫോമിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. ലീനിയാരിറ്റി ഉണ്ട്. അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് multiplication by n. ഈ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ആ പ്രോപ്പർട്ടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം, അത് ഇമ്പോർട്ടന്റ് ആണ്. x of n ന്റെ Z ട്രാൻസ്ഫോം ഏത് ലെറ്റർ ഡിനോട്ട് ചെയ്യുക? x of n ന്റെ Z ട്രാൻസ്ഫോം ഏത് ലെറ്റർ? x of z, ക്യാപിറ്റൽ X of z. ഇത് ലാപ്ലേസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള x of t യുടെ ക്യാപിറ്റൽ X of s. അങ്ങനെയാണെങ്കിൽ t × x of t യുടെ എന്താന്ന്. അതുപോലെ തന്നെ ഇവിടെ വരുന്നതാണ് t × x of t ക്ക് പകരം ഇവിടെ വരുന്നതാണ് n × x of n. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ n × x of n ന്റെ ലാപ്ലേസ് കാണാൻ, Z ട്രാൻസ്ഫോം കാണാൻ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. -z d/dz x of z -z d/dz x of z. എക്സാമ്പിള് ചെയ്യാം. ആ പ്രോപ്പർട്ടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എക്സാമ്പിള്
ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് n into u of n. ഇത് നിങ്ങൾ സിഗ്മ ഇക്വേഷൻ ഒക്കെ ഇട്ട് ചെയ്യാം. സിഗ്മ ഇക്വേഷൻ ഇട്ട് സാധാരണ ഇസഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന പോലെ ചെയ്യാം. അതിലും എളുപ്പം ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ചെയ്താൽ കുറെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്യാം. ഇപ്പൊ ഇവിടെ യു ഓഫ് എന്നിന്റെ ഇസഡ് ട്രാൻസ്ഫോം എന്താ? 1/1 മൈനസ് ഇസഡ് ഇൻവേഴ്സ്. എ റേസ് ടു എൻ യു ഓഫ് എന്നിന്റെ എന്താ? 1/1 മൈനസ് എ ഇസഡ് ഇൻവേഴ്സ്. അപ്പൊ വെറുതെ യു ഓഫ് എൻ വന്നാൽ എന്ത് ചെയ്യും? എ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്ത് ചെയ്യും? 1/1 മൈനസ് എക്ക് പകരം 1 കൊടുക്കുക അല്ലേ? അപ്പൊ 1/1 മൈനസ് ഇസഡ് ഇൻവേഴ്സ്. 1/1 മൈനസ് ഇസഡ് ഇൻവേഴ്സ് ആണ് ഇസഡ് ബൈ ഇസഡ് മൈനസ് 1. ഇനി n ഇൻറ്റു യു ഓഫ് എൻ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കുക. യു ഓഫ് എന്നിന്റെ ഇസഡ് ട്രാൻസ്ഫോം അറിയാമെങ്കിൽ n ഇൻറ്റു യു ഓഫ് എൻ കാണാൻ മൈനസ് ഇസഡ് ഇൻറ്റു ഡി ബൈ ഡി ഇസഡ് ഓഫ് എന്താ? ഇസഡ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് എൻ. ഇസഡ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് എന്നിനെ മൈനസ് ഇസഡ് ഡി ബൈ ഡി ഇസഡ് ചെയ്യുന്നതാണ് n ഇൻറ്റു യു ഓഫ് എൻ്റെ ഇസഡ് ട്രാൻസ്ഫോം. അപ്പം മൈനസ് ഇസഡ് ഡി ബൈ ഡി ഇസഡ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 എന്താ? ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. എന്താ? ഡിനോമിനേറ്റർ ഇൻറ്റു ആ മൈനസ് ഇസഡ് പുറത്തുണ്ട്, അത് കൂടാതെ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അതാണ് ആ ചെയ്തിരിക്കുന്നത്. അപ്പൊ മൈനസ് ഇസഡ് ഇൻറ്റു എന്ത് വരും? ഇസഡ് മൈനസ് 1 മൈനസ് ഇസഡ്. അപ്പൊ ഇസഡ് ക്യാൻസൽ ആയി പോകും. അപ്പൊ മൈനസ് 1/ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് വരും ആ ഡിക്ക് അകത്തുള്ള അതിന്റെ ഡി ബൈ ഡി ഇസഡ് ചെയ്യുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ ആൻസർ ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് വരും. യു ഓഫ് എന്നിന്റെ ഇസഡ് ട്രാൻസ്ഫോം അറിയാമെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. n വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? മൈനസ് ഇസഡ് ഡി ബൈ ഡി ഇസഡ് എക്സ് ഓഫ് ഇസഡ്. ഇവിടത്തെ എക്സ് ഓഫ് എന്നും നേരത്തെ പറഞ്ഞ എക്സ് ഓഫ് ഇസഡും തമ്മിൽ കൺഫ്യൂഷൻ ആവല്ലേ? നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ടൈം ഷിഫ്റ്റിംഗ് ആണ്. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അത് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ള ഇതിൽ പറയാം. എക്സ് ഓഫ് എൻ മൈനസ് എം. എക്സ് ഓഫ് എൻ മൈനസ് എമ്മിന്റെ ഇസഡ് ട്രാൻസ്ഫോം ഇസഡ് റൈസ് ടു മൈനസ് എം ഇൻറ്റു എക്സ് ഓഫ് ഇസഡ്. ആ സിഗ്മ ടേം അങ്ങ് മറന്നേര്. ഈ സെക്കൻഡ് പ്ലസ് ഉള്ളത് ഇല്ലാന്ന് വിചാരിക്കുക. ആ പ്ലസ് കഴിഞ്ഞിട്ടുള്ള സിഗ്മ ടേം ഇല്ലാന്ന് വിചാരിക്കുക. എക്സ് ഓഫ് എൻ മൈനസ് എമ്മിന്റെ ഇസഡ് ട്രാൻസ്ഫോം ഇസഡ് റൈസ് ടു മൈനസ് എം എക്സ് ഓഫ് ഇസഡ്. അപ്പം എക്സ് ഓഫ് എൻ മൈനസ് ടുവിന്റെ എന്തായിരിക്കും? എക്സ് ഓഫ് എൻ മൈനസ് ടുവിന്റെ ഇസഡ് ട്രാൻസ്ഫോം എന്തായിരിക്കും? പറയോ? ഇസഡ് ട്രാൻസ്ഫോം എന്താ? ഇസഡ് റേസ് ടു മൈനസ് 2 എക്സ് ഓഫ് ഇസഡ്. അതെ, ഇസഡ് റേസ് ടു മൈനസ് 2 എക്സ് ഓഫ് ഇസഡ്. അപ്പൊ ഇനി പറ യു ഓഫ് എൻ മൈനസ് ടുവിന്റെ എന്താ? യു ഓഫ് എൻ മൈനസ് ടുവിന്റെ ഇസഡ് ട്രാൻസ്ഫോം ഇസഡ് റേസ് ടു മൈനസ് 2 എക്സ് ഓഫ് ഇസഡിന് പകരം എന്താ? യു ഓഫ് എന്നിന്റെ ഇസഡ് ട്രാൻസ്ഫോം അല്ലേ? എക്സ് ഓഫ് എന്നിന് പകരം യു ഓഫ് എൻ ആണ് വരിക. യു ഓഫ് എൻ മൈനസ് 2 എന്ന് പറഞ്ഞാൽ അതാണ്. എക്സ് ഓഫ് എന്നിന് പകരം യു ഓഫ് എൻ ആണ്. എക്സ് ഓഫ് എൻ മൈനസ് ടുവിന് പകരം യു ഓഫ് എൻ മൈനസ് 2 ആണ്.
അപ്പൊ ഇസഡ് റേസ് ടു മൈനസ് ടു എം ഈക്വൽ ടു 2 ആണ്. ഇസഡ് റേസ് ടു മൈനസ് 2 യു ഓഫ് എൻ ഇൻറ്റു യു ഓഫ് എന്നിന്റെ ഇസഡ് ട്രാൻസ്ഫോം. യു ഓഫ് എന്നിന്റെ ഇസഡ് ട്രാൻസ്ഫോം ഇസഡ് ബൈ ഇസഡ് മൈനസ് 1. ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 ഓർ 1 ബൈ 1 മൈനസ് ഇസഡ് ഇൻവേഴ്സ്. രണ്ടും സെയിം ആണ്. അതും ഒരു പ്രോബ്ലം ചെയ്യാം. ഇവിടെ നോക്കിയേ, x of n equal to del of n minus n0. Find the Z transform and ROC. അതിന്റെ ROC കൂടെ നോക്കിക്കോണം. Z transform ആ സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ട് എങ്ങനെ ആയിരിക്കും. അപ്പൊ ഇതെന്താ വരിക, ഇവിടെ എമ്മിന് പകരം n0 എന്നാണ് അല്ലേ. അപ്പം ഇസഡ് റേസ് ടു എന്താ മൈനസ് എമ്മിന് പകരം ഇസഡ് റേസ് ടു മൈനസ് n0 ഇൻറ്റു എന്താ ഡെൽ ഓഫ് എന്നിന്റെ ഇസഡ് ട്രാൻസ്ഫോം. അത് എത്രയാ? ഡെൽ ഓഫ് എന്നിന്റെ ഇസഡ് ട്രാൻസ്ഫോം എത്രയാ? ഡെൽ ഓഫ് എന്നിന്റെ ഇസഡ് ട്രാൻസ്ഫോം എത്രയാ? 1. അപ്പൊ ഇസഡ് റേസ് ടു മൈനസ് n0 ഇൻറ്റു 1. ഇസഡ് റേസ് ടു മൈനസ് n0 ആണ് ആൻസർ. യു ഓഫ് n മൈനസ് n0യുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പം എമ്മിന് പകരം n0 ആണ്. സോ ഇസഡ് റേസ് ടു മൈനസ് n0 ഇൻറ്റു യു ഓഫ് എന്നിന്റെ ഇസഡ് ട്രാൻസ്ഫോം ഇസഡ് ബൈ ഇസഡ് മൈനസ് 1. തേർഡ് എ റേസ് ടു n പ്ലസ് 1 യു ഓഫ് n പ്ലസ് 1. അതെന്ത് വരും? അവിടെ ഷിഫ്റ്റിംഗ് എത്രയാ വരുന്നത്? എമ്മിന് പകരം എത്രയാ അവിടെ? എ റേസ് ടു എൻ യു ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നലിന്റെ അറിയാമെങ്കിൽ എ റേസ് ടു എൻ പ്ലസ് 1 യു ഓഫ് എൻ പ്ലസ് 1 കാണാം. എ റേസ് ടു എൻ പ്ലസ് 1ന്റെ എന്താ? എ റേസ് ടു എൻ യു ഓഫ് എന്നിന്റെ ഇസഡ് ബൈ ഇസഡ് മൈനസ് എ അല്ലെ 1 ബൈ 1 മൈനസ് എ ഇസഡ് ഇൻവേഴ്സ്. ഇനി ഇവിടെ എമ്മിന് പകരം ഇവിടെ ഏത് നമ്പറാ? ആ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന നമ്പർ എത്രയാ? ടൈമിൽ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന നമ്പർ എത്രയാ? എമ്മിന് പകരം ഏത് നമ്പറാന്ന് പറ. 1 അല്ല, -1 ആണ്. നേരത്തെ ഇത്ര നേരം പറഞ്ഞത് മൈനസ് വെച്ചിട്ടല്ലായിരുന്നോ? പ്രോപ്പർട്ടി പറഞ്ഞത് എക്സ് ഓഫ് n മൈനസ് എം എന്നാ. അപ്പൊ ഇവിടെ +1 ആണ്. അപ്പൊ എമ്മിന് പകരം എന്താ? -1 ആണ്. അപ്പൊ എമ്മിന് പകരം -1. ഇസഡ് റേസ് ടു മൈനസ് എം എന്ന് പറയുമ്പോ അപ്പൊ ഇസഡ് റേസ് ടു -1. അപ്പൊ ഇസഡ് റേസ് ടു +1 വരും. ഇസഡ് റേസ് ടു +1 ഇൻറ്റു ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എ റേസ് ടു എൻ യു ഓഫ് എൻ. എ റേസ് ടു എൻ യു ഓഫ് എന്നിനെ പ്ലസ് ഒരു എന്നിന്റെ കൂടെ ഒരു +1 വെച്ച് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് ടൈം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. n എന്ന് പറയുന്ന ടൈമാണ്. ആ ടൈമിനെ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. +1 -2 എന്നൊക്കെ പറഞ്ഞ് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെ +1 ആണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇസഡ് റേസ് ടു +1 വരും. ഇസഡ് റേസ് ടു +1 എമ്മിന്റെ വാല്യൂ ഇവിടെ -1 ആണ്. അപ്പൊ ഇസഡ് റേസ് ടു +1 ഇൻറ്റു ഇസഡ് ബൈ ഇസഡ് മൈനസ് എ.